കനത്ത മഴയിലും കാറ്റിലും ഇടുക്കി മൂലമറ്റത്തിന് സമീപം 7-ാം മൈലിൽ വൈദ്യുതി പോസ്റ്റ് കാറിന് മുകളിൽ പതിച്ചു. കാർ യാത്രക്കാരൻ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. വാഹനം ഭാഗികമായി തകർന്നു. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി ചേരുകയാണ്. രാഹുൽ, എപ്പോഴാണ് അപകടമുണ്ടായത്? എന്താണ് വിവരങ്ങൾ? മാധു, ന്യൂനമർദ്ദം രൂപപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ഇടുക്കിയിൽ ശക്തമായ മഴയാണ് പല മേഖലകളിലും ലഭിക്കുന്നത്. ലോ റേഞ്ച് മേഖലയിലാണ് ഉച്ചയ്ക്ക് ശേഷം അതിശക്തമായിട്ടുള്ള മഴയും ഇടിയും ലഭിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനിടയിലാണ് മൂലമറ്റം ശങ്കരപ്പള്ളിക്ക് സമീപം 7-ാം മൈലിൽ വൈദ്യുത പോസ്റ്റ് ഈ വാഹനത്തിന് മുകളിൽ പതിച്ചിരിക്കുന്നത്. ഈ വാഹനത്തിൽ 4 പേരായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ 4 പേരും അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഈ വാഹനത്തിന്റെ മുൻഭാഗത്താണ് ഈ വൈദ്യുത പോസ്റ്റ് പതിച്ചിരിക്കുന്നത്. എന്തായാലും ആളുകൾക്ക് പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പാതയിൽ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് ഇപ്പോഴും തുടരുന്നുണ്ട്. ഈ മരം കടപുഴകി വൈദ്യുത പോസ്റ്റിന് മുകളിലേക്ക് പതിക്കുകയായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ വൈദ്യുത പോസ്റ്റും നിലം പതിക്കുന്ന സാഹചര്യം ഉണ്ടായത്. മുട്ടത്തു നിന്നും മൂലമറ്റത്തേക്ക് പോകുന്ന പ്രധാന പാതയിലാണ് ഈ വൈദ്യുത പോസ്റ്റ് നിലത്ത് വീണിരിക്കുന്നത്. എന്തായാലും ഗതാഗത കുരുക്ക് ഈ മേഖലയിൽ അനുഭവപ്പെടുന്നുണ്ട്. അതുകൂടാതെ ശക്തമായിട്ടുള്ള മഴയും ഇടിയും ഇപ്പോഴും തുടരുന്നു. പലയിടങ്ങളിലും വൈദ്യുത തടസ്സവും നേരിടുന്നുണ്ട്. മാധു, ശരി. രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കിയിലെ മലയോര മേഖലയിൽ ഇപ്പോൾ നമ്മൾ കോഴിക്കോട്, കണ്ണൂർ, ഇടുക്കിയുടെ ഒക്കെ ഹൈറേഞ്ച് മേഖലയിൽ വലിയ തോതിലുള്ള മഴയുണ്ടാകുന്നു എന്ന വിവരങ്ങളാണ് ഈ നിമിഷം നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് പരമാവധി രാത്രി യാത്രകളൊക്കെ ഒഴിവാക്കി സുരക്ഷിതരായിരിക്കുക എന്നാണ് പറയാനുള്ളത്.